4-5 ദിവസമായിട്ട് നോൺ വെജ് തന്നെയല്ല കഴിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഒലത്ത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ബ്രൗൺ കൂണാണ്, ബ്രൗൺ മഷ്റൂം. ഒരു 1/2 കിലോളം ഉണ്ട് ഇത് ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചീനിച്ചട്ടിക്കകത്ത് വെറുതെ ഇട്ടേക്കും, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഊറും. ഈ വെള്ളം വന്നിട്ട് ഊറിയ വെള്ളം നമുക്ക് ഒരു തുളയുള്ള പാത്രത്തിനകത്ത് ഇട്ട് ഊറ്റിയെടുക്കണം. എന്നിട്ടാണ് നമുക്ക് തോരൻ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളമെല്ലാം ഇറങ്ങി ഒരുമാതിരി വെള്ളം ഒലിച്ചിരിക്കും. പിന്നെ എടുത്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മിക്സഡ് വെജിറ്റബിൾ ആണ്. ഇതിനകത്ത് കോണുണ്ട്, സോയ ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. പിന്നെ കടുക് പൊട്ടിക്കാനും താളിക്കാനും ഒക്കെ ഇട്ട് ഇവിടെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു 6 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പിലയുണ്ട്. പിന്നെ ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടി ഒരു 100 ഗ്രാം തേങ്ങ, ഒരു ടീസ്പൂൺ ജീരകം, ഒരു 6 പച്ചമുളക്. ഇപ്പോൾ പച്ചമുളക് ഇതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്, ഈ തേങ്ങയുടെ അടിയിലുണ്ട്. ആദ്യം നമുക്ക് ഈ കൂണ് ഒന്ന് തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളം മൊത്തം ഊറിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. കൂണ് വേവിച്ച് വെള്ളം തുടയുള്ള പാത്രത്തിൽ വെച്ച് വെള്ളം ഫുള്ള് വാർന്ന് മിക്സഡ് വെജിറ്റബിളുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പം നമ്മുടെ തേങ്ങ, പച്ചമുളകും കറിവേപ്പിലയും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുത്തു. ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല, ചുമ്മാ ഒന്ന് 2-3 കറക്കെടുത്തു. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം മിക്സഡ് വെജിറ്റബിളും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതിലേക്ക് കൂണും മിക്സഡ് വെജിറ്റബിളും ഇട്ടു. 2 മിനിറ്റ് ഈ ചീനിച്ചട്ടിക്കയിലിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പീര മിശ്രിതം ചേർത്തു. ഇനി ഇത് 2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൂണ് മിക്സഡ് വെജിറ്റബിൾ തോരൻ റെഡി ആയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിരിക്കുന്നു. വളരെ സ്വാദിഷ്ടമായൊരു തോരനാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ മിക്സഡ് വെജിറ്റബിൾ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മിക്സഡ് വെജിറ്റബിൾ ഫ്രോസൺ മിക്സഡ് വെജിറ്റബിൾ ആണ്. ഇത് ആദ്യം ഒരു 3 മിനിറ്റ് മൈക്രോവേവിൽ വെക്കണം. മൈക്രോവേവിൽ വെച്ചിട്ട് അതൊരു 5 മിനിറ്റ് നിരത്തിയിടണം, ഒരു പ്ലേറ്റിനകത്ത് നിരത്തിയിട്ടേക്കുക. അപ്പോൾ അതിൻ്റെ വാട്ടർ കണ്ടന്റ് ഫുള്ള് അതിന് പോയിരിക്കും. അതിനുശേഷമാണ് നമുക്ക് ഈ കൂണ് വേവിച്ചതിന് ശേഷം അതിന് വെള്ളം വാർന്നിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്ത് എഗെയിൻ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് നിരത്തി വെക്കുക. അപ്പോൾ ഫുൾ ഇതിൻ്റെ വെള്ളാംശം പോകും. അങ്ങനെ ആകുമ്പോഴേക്കാണ് നമ്മുടെ ഈ തോരനകത്ത് യാതൊരു വെള്ളാംശവും ഇല്ലാതെ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ കിട്ടുള്ളൂ. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു തോരനാണ്. ഒരു വ്യത്യസ്തമായ തോരനാണ്. സ്ഥിരം തന്നെ ഈ ചെറുപയറും വൻപയറും പരിപ്പും അച്ചിങ്ങയും ക്യാബേജും ഒന്നും അല്ലാതെ ഇങ്ങനെ ഓർഡർ ചെയ്ത് നോക്കൂ. വളരെ വ്യത്യസ്തമായിട്ടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. നമുക്കിന്ന് ചുട്ടരച്ച ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 10 വറ്റൽമുളക്, 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്, 2 ഇതൾ കറിവേപ്പില, ഒരു വലിയ നെല്ലിക്കയുടെ മുഴുപ്പുള്ള വാളംപുള്ളി. ഞാനൊരു ചീനിച്ചട്ടി വെച്ച് ഇങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് തേങ്ങാപ്പീര ചേർക്കണം. തേങ്ങാപ്പീര ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ചുട്ടരച്ച വറയിട്ട് ഞാൻ തേങ്ങ 200 ഗ്രാം തേങ്ങ ഇട്ടിട്ടുണ്ട്. 200 ഗ്രാം തേങ്ങ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ഇട്ടിട്ടുണ്ട്.
പിന്നെ ഒരു പിഞ്ച് ഒരു നുള്ള് മഞ്ഞപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി തേങ്ങയുടെ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ഒന്ന് മൂക്കണം. 2 മിനിറ്റ് മാത്രം മൂത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെറു ചൂടുവെള്ളത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചൊന്ന് താളിച്ച് ഒഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മുടെ ചുട്ട അരച്ച ചമ്മന്തി റെഡിയായിരിക്കുന്നു. ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/4 സ്പൂൺ കടുകും ഇട്ട് ഒരു ചെറിയ ഉള്ളിയും ഒരു അതള് കറിവേപ്പില ഇട്ടൊന്ന് കടുക് പൊട്ടിച്ചു. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ആ തേങ്ങാ ചമ്മന്തി ഇങ്ങോട്ട് ഇട്ട് ഒന്ന് ഇളക്കി. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ ഒരു ഓംലേറ്റ്, ഒരു പപ്പടം ഉണ്ടെങ്കിൽ ആഹാ എന്തൊരു സുഖം. വെറും 5 മിനിറ്റ്, ലെസ് ദാൻ 5 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ ചമ്മന്തിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.